നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫാദിന്റെ പുതിയ എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് കാലിക്കറ്റ് ബീച്ചിനോട് ചേർന്നുള്ള കിങ്സ് ബേ എന്ന റെസ്റ്റോറന്റാണ് നമുക്ക് സ്വാദിന്റെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ എല്ലാം കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അന്വേഷണത്തിന് ശേഷം കിങ്സ് ബേ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കാലിക്കറ്റ് രുചിയുടെ തലസ്ഥാനമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ രുചിയെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കിങ്സ് ബേ. കിങ്സ് ബേയിൽ നമുക്ക് വെൽക്കം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ആറുമാണ് റെസ്റ്റോറൻറ്റ് മാനേജർ മിസ്റ്റർ ബിനോയ്. ഇല്ലേ, താങ്കൾക്കും താങ്കളുടെ റെസ്റ്റോറൻറ്റിനും സ്വാഗതത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ കിങ്സ് ബേയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കിങ്സ് ബേയുടെ പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ രണ്ട് കസീനാണ്. ഒന്ന് ഇറ്റാലിയൻ, ഇറ്റാലിയൻ. ദെൻ മാംഗ്ലൂരിയൻ ഡിഷസാണ്. മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ കാരവലി ക്രിസ്ത്യൻസാണ് ഡിഷസ്. അതിൽ കാരവലി എന്ന് പറയുമ്പോൾ കൊങ്കൺ സൈഡിലുള്ള ഡിഷസാണ് കൂടുതലായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇറ്റാലിയനും അതുപോലെ തന്നെ സീ ഫുഡാണ് കൂടുതൽ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ഒരു ഹോട്ടലിൽ 1.5 വർഷത്തിനിടയ്ക്ക് നല്ല പ്രോട്ടസ്റ്റാണ് ഹോട്ടലിൽ. ഇതിൻ്റെ മാനേജർ ഇവിടെ തന്നെയുള്ള കോഴിക്കോട് സ്വദേശികളാണ്. അവരാണ് ഇതിൻ്റെ മാനേജ്മെന്റ് പറഞ്ഞത്. ശരി, ഞാൻ തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കത്തിരിക്കുന്നു ഏത് ഡിഷാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ ഡിഷ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇറ്റാലിയൻ ഡിഷ് വളരെ കുറവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടുള്ളത്. നമുക്കൊന്ന് ഒരു ഇറ്റാലിയൻ ഡിഷും അതേപോലെ വേറെ എന്താ ഒന്നുകൂടെ തരാൻ പറ്റുക? ഞാൻ പറഞ്ഞ ഒഫ്കോഴ്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയിലുള്ള മാംഗ്ലൂർ സൈഡിൽ നിന്നുള്ള ഡിഷായിട്ട് ആയിക്കോട്ടെ. മാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ഇറ്റാലിയൻ ഡിഷ് അതിൻ്റെ ആവശ്യമാണ്. ഇറ്റാലിയൻ ഡിഷ് അതേപോലെ തന്നെ മാംഗ്ലൂർ അല്ലേ, ഒരു മംഗലാപുരം. അപ്പോൾ ഇറ്റലിയും മംഗലാപുരം തമ്മിലുള്ള വിരുദ്ധമാണ്. നമുക്ക് ഇപ്പോൾ 2 ഡിഷ് എത്തിയിട്ടുണ്ട്. ഒന്ന് ഇറ്റാലിയൻ ഡിഷ് ആൻഡ് ഇത് മംഗലാപുരം ഡിഷ്. മംഗലാപുരം ഇത് ചെമ്മീൻ ഇല്ലേ, ചെമ്മീൻ പ്രോൺ ടൊമാറ്റോ അത് തന്നെ, ചെമ്മീൻ ടൊമാറ്റോ പ്രോൺ ടൊമാറ്റോ. അത് ഇറ്റാലിയൻ ഡിഷ്. ഇതിൻ്റെ പേര് ഇത് പറയുന്ന ആൽബം കസ്റ്റഡ് ഫിഷ് വിത്ത് ചിയാൻ ഓഫ് വെജിറ്റബിൾസ്. വരുന്നത് മോണോ സോസാണ്. മോണോ സോസ് ഫ്ലേവർലെസ് ആഫ്റ്ററാണ്. ഓക്കെ, ഇത് ഇദ്ദേഹം പറയുന്നത് തന്നെ അറിയാം. ഇത് വലിയ സംഭവമായിരുന്നു, ഭയങ്കര സംഭവമാണ്. ഇറ്റാലിയൻ ഡിഷാണ്. ഇറ്റാലിയുള്ള ആൾക്കാരുടെ ഡെയിലി ഫിഷ് ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എനിക്ക് ഡിസൈനിലേക്കുള്ള വിഷയം തോന്നി. ഇത് കഴിച്ചു നോക്കാം. എന്തായാലും ഇറ്റലിയിൽ നിന്നുള്ളതാണ്. ഇറ്റലി പോയില്ലേ നമുക്ക് നമ്മുടെ കിങ്സ് ബേ വന്നാൽ മതി അല്ലേ? കഴിക്കാൻ സൂപ്പർ ഗംഭീരമുണ്ട്. കഴിഞ്ഞ് കാരണം ഒരു ബദാമിൻ്റെ ഫ്ലേവറും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മീൻ നമ്മൾ പല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും മസാലയുടെ അതിപ്രസരം മൂലം അതിൻ്റെ ടേസ്റ്റ് വിട്ടു പോകുകയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇറ്റലിക്കാർക്ക് നന്നായിട്ട് അറിയാം. അവർ കൃത്യമായിട്ടുള്ള എല്ലാ ഫ്ലേവറുണ്ട്. പക്ഷേ ആ മീനിൻ്റെ ടേസ്റ്റ് അല്ലേ, ഫിഷിൻ്റെ ടേസ്റ്റ് അതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റാലിയൻ ഡിഷ് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫിഷിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് മുൻനിർത്തിക്കൊണ്ട് ആ വെജിറ്റബിൾസും അതുപോലെ സോസും എല്ലാം കൂടി ചേർത്തപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നന്നായി. ഇത് നമുക്ക് കേരളത്തിലേക്കല്ല, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നില്ല. ഇറ്റലിയിൽ നിന്ന് വന്നേക്കണം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ റൊട്ടി ഇരിപ്പുണ്ട്. ഈ റൊട്ടിയുടെ പേരാണ് ഒരു റൊട്ടി. ഇത് ഇതാണ്
ടൊമാറ്റോ മാത്രം. ടൊമാറ്റോ കറി. ഓക്കെ. നമ്മുടെ നാടൻ മീൻ കറി ഉണ്ട്. കളർ കണ്ടിട്ട് നാടൻ മീൻ കറി. നാടൻ മീനില്ല. അപ്പോൾ കാരവല ഡിഷസ് ഓൾമോസ്റ്റ് നമ്മുടെ നാടൻ കറികളെ കുറിച്ച് സിമിലറാണ്. ശരി, നമ്മൾ യൂസ് ചെയ്യുന്ന മസാലസ് ആയാലും ഒക്കെ വളരെ സെയിം തന്നെയാണ്. ടേസ്റ്റ് ചെയ്താലും ശരിക്കും ഈ റൊട്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഇത് അതിൻ്റെ ഗ്രേവിയിൽ ശരിക്കും സോക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ ആ റൊട്ടിയുടെ ടേസ്റ്റും ആ ഒരു നമുക്കുണ്ട്. നമ്മുടെ നാടൻ മീൻകറിയുടെ എല്ലാ ഫ്ലവേഴ്സും ഉപയോഗിച്ചാണ് തോന്നുന്നു അല്ലേ? ഉള്ളിയും ഉപ്പും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലേ? അതിനകത്ത് നമ്മളുടെ കറിയോട് നമ്മുടെ കേരളത്തിലെ പ്രിപ്പറേഷനോട് കേരളത്തിന്റെ ടേസ്റ്റ് അതേപടി നിലനിർത്തിയില്ലെങ്കിൽ തന്നെ അതിൽ കൂടെ ഒരു അല്പം ടേസ്റ്റ് കൂടി തോന്നുന്നു അല്ലേ? മംഗലാപുരവും കൂടി മിക്സായി കേരളം. അതെ അതെ. വിനോയ് ഭായി, സത്യം പറഞ്ഞാൽ വളരെ ടേസ്റ്റോടെ ഉണ്ടായി. ഒന്ന് ഇറ്റാലിയൻ, അതുപോലെ തന്നെ ഒന്ന് മംഗലാപുരം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ നല്ല ഫ്ലേവേഴ്സ് ഫീൽ ചെയ്തു. ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണുമെന്ന് എനിക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ. നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോയാലും അവിടെ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റീവനും ഒപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട്.